വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ വചന ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കാൽവറിയിലേക്കുള്ള തീർത്ഥയാത്രയിൽ എന്നോടൊപ്പം ഒരു ധീര പങ്കാളിയായി തീരുവാൻ ഇന്ന് ഞാൻ നിങ്ങളെ ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ക്ഷണിക്കുന്നു. നമ്മുടെ അരുമരക്ഷനായ യേശു ക്രിസ്തുവിൻ്റെ പല ഗുണങ്ങളിൽ വിശേഷമേറിയ ഒരു ഗുണത്തെ ഒന്ന് വർണ്ണിക്കുവാൻ ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിൽ പ്രിയ ദൈവജനമേ, ദൈവത്തെ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ അനേക നാമങ്ങളിൽ ഇന്ന് വർണ്ണിക്കുന്നുണ്ട്. നമ്മുടെ കാൽവറിയിലേക്കുള്ള തീർത്ഥയാത്രയിൽ നായകനായി നമ്മെ നയിക്കുന്ന ആ യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവ ലക്ഷണങ്ങൾ വ്യത്യസ്ത രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് നാം അറിയുന്നുണ്ട്. വിശുദ്ധ വേദപുസ്തകം പഠിച്ച് അതിൻ്റെ സത്യങ്ങളെ ഉൾക്കൊണ്ട് യേശു ക്രിസ്തുവിൽ അടങ്ങിയിട്ടുള്ള ഒരു സ്വഭാവ ഗുണത്തെ ഇന്ന് നിങ്ങളുടെ മുൻപാകെ വിശേഷിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം നെഹമ്യ പ്രവാചകൻ എഴുതിയ പുസ്തകത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അനുസരിപ്പാൻ അവർക്ക് മനസ്സില്ലാതിരുന്നു. നീ അവരിൽ ചെയ്ത അത്ഭുതങ്ങളെ അവർ ഓർക്കാതെ ദുശാഠ്യം കാണിച്ചു. തങ്ങളുടെ അടിമപ്പാടിലേക്ക് മടങ്ങിപ്പോകത്തക്കവണ്ണം തങ്ങളുടെ മത്സരത്തിൽ ഒരു തലവനെ നിയമിച്ചു. നീയോ ക്ഷമിപ്പാൻ ഒരുക്കവും കൃപയും കരുണയും ദീർഘക്ഷമയും ദയാസമൃദ്ധിയും ഉള്ള ദൈവമാകിയാൽ അവരെ വിട്ടുകളഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ക്ഷമിപ്പാനും ഒരുക്കുവാനും കൃപയും കരുണയും ദീർഘക്ഷമയും ദയാസമൃദ്ധിയും ഉള്ള ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. വി വർഷിപ്പ് എ കമ്പാഷനേറ്റ് സേവിയർ. യെസ്, എന്ന് നിങ്ങളോടൊപ്പം ദയാലുവായ യേശു ക്രിസ്തുവിനെ ഞാൻ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. വീണ്ടും സങ്കീർത്തനക്കാരൻ 103 അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഈ ദൈവത്തെക്കുറിച്ച് ഒന്നുകൂടി വർണ്ണിക്കുന്നുണ്ട്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കുഞ്ഞുങ്ങൾ എത്ര തെറ്റ് ചെയ്താലും ആ വാത്സല്യ പിതാവ് തൻ്റെ കുഞ്ഞുങ്ങളോട് ക്ഷമിക്കുവാൻ ബാധ്യസ്ഥനാണ്. ക്ഷമാശീലനായ പിതാവ് തൻ്റെ കുഞ്ഞുങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ യഹോവയ്ക്ക് തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ദൈവത്തിന് സ്തോത്രം. ദയാലുവായ ഒരു ദൈവത്തെ അല്ലേ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്? സങ്കീർത്തനക്കാരൻ അതേ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ നമ്മോട് പറയുന്നുണ്ട്, യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയവും ഉള്ളവൻ തന്നെ. ദൈവത്തിന് സ്തോത്രം. ദീർഘക്ഷമയും മഹാദയവും ഉള്ള ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഇസ്രായേൽ മക്കൾ ഈ ദൈവത്തിൻ്റെ ദീർഘക്ഷമയെക്കുറിച്ച് ജീവിതത്തിൽ അനുഭവിച്ച് അറിഞ്ഞവരാണ്. പുറപ്പാട് 33-ന്റെ 19-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിൻ്റെ മുൻപാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിൻ്റെ മുൻപാകെ ഘോഷിക്കും. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവന് ഞാൻ കരുണ കാണിക്കും എന്നരുളി ചെയ്ത്. കൃപ ചെയ്യുവാൻ എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും.
എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിന് തൻ്റെ സൃഷ്ടികർത്താക്കളിൽ ആരോട് കൃപ തോന്നണം, ആരോട് മനസ്സലിയണം എന്നുള്ളത് ദൈവത്തിൽ നിക്ഷിപ്തമാണ്. ദൈവത്തിന് മനസ്സലിവ് തോന്നുന്നവരിൽ, കരുണ കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരുവനാണോ നാം എന്ന് ഇന്ന് നാം ചിന്തിക്കണം. കാൽവരിയിലേക്കുള്ള തീർത്ഥയാത്രയിൽ കരുണാ സമൃദ്ധനായ ദയാലുവായ ഒരു നായകനാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. ആ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേകരുടെ മുൻപാകെ കരുണയും ദീർഘക്ഷമയും ദയയും കാണിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിൽ പ്രിയ ദൈവജനമേ, ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യം പഠിക്കുമ്പോൾ നല്ല ശമരിയാക്കാരൻ്റെ ഉപമയെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റു കർത്താവിനെ ഗുരു എന്ന് സംബോധന ചെയ്ത് അവൻ കർത്താവിനോട് ചോദിക്കുകയാണ്, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ്. കൗശലക്കാരനായ ഒരു ന്യായശാസ്ത്രിയായിരുന്നു. യേശു ക്രിസ്തുവിനെ അല്പമൊന്ന് പരീക്ഷിക്കാം എന്ന് കരുതി ബുദ്ധിയോടുകൂടിയാണ് ആ ചോദ്യം ചോദിച്ചത്. നല്ല ഗുരു, ഞാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ത് ചെയ്യണം? ഉടനെ കർത്താവായ യേശു ക്രിസ്തുവും അതിന് തക്കതായ ഒരു മറുപടി പറഞ്ഞു. ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നുവെന്ന്, നീ അതിനെ എങ്ങനെ വായിക്കുന്നു, അതിനെ നീ എങ്ങനെ ഗ്രഹിക്കുന്നു എന്ന് അവനോട് ചോദിക്കുകയുണ്ടായി. ഉത്തരവും പെട്ടെന്ന് അവൻ പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ, അതായത് നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ പറഞ്ഞ ഉത്തരം ശരി തന്നെ, അങ്ങനെ ചെയ്യുക, എന്നാൽ നീ ജീവിക്കും എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയ ദൈവജനമേ, കർത്താവായ യേശു ക്രിസ്തു ഇത് പറയുമ്പോൾ അതിൻ്റെ സാരാംശം നമുക്കറിയാം. ദൈവം നൽകിയിട്ടുള്ള 10 കൽപ്പനകളിൽ 1 മുതൽ 4 വരെയുള്ള കൽപ്പന നാമും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം. 5 മുതൽ 10 വരെയുള്ള കൽപ്പനകൾ നാമും നമ്മുടെ അയൽവാസിയും നമ്മുടെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തെ വർണ്ണിക്കുന്നു. നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക. ഇതിൽ ദൈവകൽപ്പന സകലവും അടങ്ങിയിരിക്കുന്നു. ഇത് ചെയ്യുക, നീ ജീവിക്കുമെന്ന് ആ ന്യായശാസ്ത്രിയോട് കർത്താവ് ഉത്തരം പറഞ്ഞു. ഉടനെ അവൻ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്, എൻ്റെ കൂട്ടുകാരൻ ആർ എന്നെനിക്ക് പറഞ്ഞു നൽകണം. അപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഉപമ ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും പ്രിയ ദൈവജനമേ, നല്ല ശമരിയക്കാരൻ്റെ ഉപമ ഇവിടെ പറയുമ്പോൾ നിൻ്റെ അയൽക്കാരൻ ആർ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് യേശു ക്രിസ്തു ആ ഉപമ അവിടെ പറയുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിൽ അടങ്ങിയിട്ടുള്ള ഒരു സ്വഭാവ ഗുണം ഈ ഉപമയിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ നാം പഠിക്കുമ്പോൾ 30-ാമത്തെ വാക്യം, ലൂക്കോസ് 10:30 പഠിക്കുമ്പോൾ, ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്ന് യെരീഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കൈകളിൽ അകപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ വേദപുസ്തകം വെളിപ്പാട് 21:2 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, ഞാൻ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം
ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ദൈവത്തിന് സ്തോത്രം. പുതിയ യെരുശലേമിനെ വിശുദ്ധ നഗരമായിട്ടാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഈ മനുഷ്യൻ ഇതാ ദൈവത്തിൻ്റെ വിശുദ്ധ നഗരം വിട്ട് അവൻ പോകുന്നു. അവൻ പോകുന്ന എവിടേക്കാണ്? അവൻ പോകുന്നത് യെരിഹോവിലേക്കാണ്. യോശുവ എഴുതിയ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്, അക്കാലത്ത് യോശുവ ശപഥം ചെയ്തു, ഈ യെരിഹോ പട്ടണത്തെ പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിൻ്റെ അടിസ്ഥാനം ഇടുമ്പോൾ അവൻ്റെ മൂത്ത മകൻ നഷ്ടമാകും. ദൈവത്തിന് സ്തോത്രം. യെരിഹോ പട്ടണത്തെ ശപിക്കപ്പെട്ട ഒരു പട്ടണമായിട്ടാണ് അവിടെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ഇതാ ഒരു യാത്രക്കാരൻ ദൈവത്തിൻ്റെ വിശുദ്ധ നഗരമായ യെരുശലേമിൽ നിന്ന് ശപിക്കപ്പെട്ട നഗരത്തിലേക്ക് യാത്ര ചെയ്യുന്നു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മുടെ കാൽവറിയിലേക്കുള്ള തീർത്ഥയാത്രയിൽ ആ വിശുദ്ധ നഗരമായ യെരുശലേമിലേക്കുള്ള യാത്ര നാം വിട്ട് നശിക്കപ്പെട്ട ദേശത്തേക്ക്, ശപിക്കപ്പെട്ട നാട്ടിലേക്ക് പോകുമ്പോൾ ഈ മനുഷ്യനുണ്ടായ അവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകും. അവൻ എന്താണ് സംഭവിച്ചത്? കള്ളന്മാരുടെ കരങ്ങളിൽ അകപ്പെട്ട്. ആരാണ് കള്ളന്മാർ? യാതൊരു സംശയവുമില്ല, സാത്താൻ. ലൂസിഫർ, ഹിസ് എ തീഫ് ഫ്രം ദ വെരി ബിഗിനിങ്. അവൻ ആരംഭം മുതൽ കള്ളനാണ്. ആ കള്ളന്മാരുടെ കരങ്ങളിൽ അകപ്പെട്ടു പോയപ്പോൾ അവർ എന്താണ് അവനെ ചെയ്തത്? അവർ അവനെ വസ്ത്രമഴിച്ചു മുറിവേൽപ്പിച്ചു അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ചു അർത്ഥപ്രാണനായിട്ട് വിട്ടേച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. എന്താണ് വസ്ത്രത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം വസ്ത്രത്തെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. യെശയ്യാവ് എഴുതിയ പ്രവചന പുസ്തകം 61-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും, എൻ്റെ ഉള്ളം എൻ്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു നീതി എന്ന അങ്കി ഇടുവിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വസ്ത്രം എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നത് നീതി എന്ന അങ്കിയാണ്, രക്ഷാവസ്ത്രം. കർത്താവിൽ പ്രിയ ദൈവജനമേ, ദൈവത്തിൻ്റെ വിശുദ്ധ നഗരം വിട്ട് സാത്താൻ്റെ നഗരം അതല്ല എങ്കിൽ ശപിക്കപ്പെട്ട സ്ഥലത്തേക്ക് നാം പോകുമ്പോൾ സാത്താൻ്റെ കരങ്ങളിൽ അകപ്പെട്ട് അവൻ നമ്മെ മുറിവേൽപ്പിച്ച് ദൈവം നൽകിയിരിക്കുന്ന നീതി വസ്ത്രം നമ്മിൽ നിന്ന് എടുക്കും. അതാണ് ഈ യാത്രക്കാരന് സംഭവിച്ചതും. നാം തുടർന്ന് പഠിക്കുമ്പോൾ അവിടെ ഒരു പുരോഹിതൻ കടന്നു വന്നു. പൗരോഹിത്യ പാരമ്പര്യമുള്ള ഈ പുരോഹിതൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ വേഗത പുലർത്തി തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ മാന്യതയും ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ശുശ്രൂഷയിലേക്ക് പോയതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിൽ പ്രിയ ദൈവജനമേ, നമുക്ക് മുന്നിൽ നമുക്ക് ചുറ്റും വേദനയാലും ഭാരത്താലും മുറിവേൽക്കപ്പെട്ട് ഒരു വ്യക്തി കിടക്കുമ്പോൾ ആ വ്യക്തിയെ അവഗണിച്ച് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പോയാൽ, അല്ലെങ്കിൽ നാം ഏർപ്പെടുന്ന ശുശ്രൂഷയിലേക്ക് പോയാൽ ദൈവം പ്രസാദിക്കത്തില്ല. അതാണ് ആ പുരോഹിതനും സംഭവിച്ചത്. തുടർന്ന് നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, പുരോഹിതൻ പോയതിന് ശേഷം അതുപോലെ തന്നെ ആ വഴി ഒരു ലേവ്യനും ആ വഴിയിൽ കൂടി കടന്നുപോയി.
ആ ലേവ്യനും അവനെ കണ്ടിട്ട് മാറിക്കടന്നു പോയതായിട്ടാണ് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. തൻ്റെ യാത്രയിൽ ആയിരിക്കാം അവൻ. തൻ്റെ ലക്ഷ്യം തെറ്റും എന്നുള്ള ധാരണയിൽ മുറിവേൽറ്റ് അർത്ഥപ്രാണനായി കടന്നവനെ അവഗണിച്ച് അവൻ പോയതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്രകാരം 2 പേർ കടന്നു വന്നിട്ടും അവർ ഗൗനിക്കാതെ കടന്നു പോയപ്പോൾ അടുത്ത വാക്യം പറയുന്നത്, ഒരു ശമരിയക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി. ദൈവത്തിന് സ്തോത്രം. ഒരു ശമരിയക്കാരൻ അവൻ്റെ അരികെ എത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ്. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ വേദപുസ്തകം മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യം നാം പഠിക്കുമ്പോൾ, പ്രിയമുള്ള ദൈവജനമേ, നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്, യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ വലിയ പുരുഷാരത്തെ കണ്ടപ്പോൾ അവരെ കണ്ടു മനസ്സലിഞ്ഞു. കുഷ്ഠരോഗികളെയും കുരുടരെയും നാനാവിധ വ്യാധിയുള്ളവരെയും കണ്ടപ്പോൾ യേശു ക്രിസ്തു മനസ്സലിഞ്ഞ്. ഞാനും നിങ്ങൾ ആരാധിക്കുന്നത് മനസ്സലിവുള്ള ഒരു ദൈവത്തെയാണ്. വി വർഷിപ്പ് എ കമ്പാഷനറ്റ് ട്രൂ ഗാഡ്. ദൈവത്തിന് സ്തോത്രം. അവൻ എപ്രകാരമാണ് അവൻ്റെ മുറിവുകളെ കെട്ടിയത്? എണ്ണയും വീഞ്ഞും പകർന്ന്. എണ്ണ എന്തിനെയാണ് പ്രതിധ്വനിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ. വീഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെ. ഞാനും നിങ്ങളും കാൽവറിയിലേക്കുള്ള തീർത്ഥയാത്രയിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള ആ പ്രയാണത്തിൽ ദൈവത്തെ മറന്ന്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിശുദ്ധ നഗരം എന്നൊരു ലക്ഷ്യത്തെ വിട്ട് ശപിക്കപ്പെട്ട സ്ഥലത്തേക്ക്, ദൈവം വിലക്കിയിട്ടുള്ള അരുതെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ നിശ്ചയമായിട്ടും സാത്താൻ്റെ കരങ്ങളിൽ അകപ്പെടും. സാത്താനോ നമ്മെ മുറിവേൽപ്പിച്ച് ദൈവം ധരിപ്പിച്ച നീതിയുടെ വസ്ത്രം നമ്മിൽ നിന്ന് എടുത്തു മാറ്റും. അങ്ങനെ ഒരു അവസ്ഥയിലും അർത്ഥപ്രാണനായിട്ട് നമ്മുടെ യേശു നമ്മെ വിട്ടേച്ച് പോവുകയില്ല. അവൻ കടന്നു വരും. നമ്മെ കണ്ട് മനസ്സലിഞ്ഞ് തൻ്റെ സ്വന്തം രക്തത്താൽ നമ്മുടെ മുറിവുകളെ, പ്രയാസങ്ങളെ, വേദനകളെ കഴുകി എണ്ണ എന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മെ അഭിഷേകം ചെയ്യും. ഉപമയുടെ ബാക്കി ഭാഗങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ഉപമയിൽ ദയാലുവായ ഒരു യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാൻ എന്ന് പുകഴ്ത്തുന്നു. യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവുള്ളവനല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് മഹാകരുണയും മനസ്സലിവുള്ളവനുമാണ്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ആരാധിക്കുന്നത് മനസ്സലിവുള്ള ഒരു ദൈവത്തെയാണ്. മഹാകരുണയുള്ള ഒരു ദൈവത്തെയാണ്. പലപ്പോഴും വേദനയാലും പ്രയാസത്താലും നാം അകപ്പെട്ട് ഈ ഭൂമിയിൽ എന്നെ ആശ്വസിപ്പിക്കാൻ ആരുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ, ഞാൻ ആയിരുന്ന സമയത്ത് എന്നെ സ്വാതന്ത്ര്യപ്പെടുത്താൻ ആരുണ്ടായിരുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ, കർത്താവിൽ പ്രിയ ദൈവജനമേ, അത് ഓർത്ത് വിഷമിക്കേണ്ട, പ്രയാസപ്പെടേണ്ട. നിൻ്റെ പരുക്കുകളെ, നിൻ്റെ മുറിവുകളെ ഉണക്കുവാൻ, പൊറുക്കുവാൻ പ്രാപ്തിയുള്ളൊരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ എഴുതിയ പുസ്തകം 53-ാം അധ്യായത്തിൽ 5 മുതലുള്ള വാക്യത്തിൽ പറയുന്നത്, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി,
അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവൻ മുറിവേറ്റിരിക്കുന്നു. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നാം പാപത്തിൽ തുടരുകയാണെങ്കിൽ, പാപം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ കർത്താവും വീണ്ടെടുപ്പുകാരുമായ യേശു ക്രിസ്തുവിനെ നാം മുറിവേൽപ്പിക്കുന്നു. അവൻ തകർന്നിരിക്കുന്നു നമ്മുടെ പാവങ്ങൾ നിമിത്തം. ദൈവവചനം പറയുന്നത്, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരിക്കുന്നു. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ആ കാൽവരി ക്രൂശിൽ എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും അകൃത്യം ചുമന്ന് അവൻ്റെ ജീവൻ ഈ ഭൂമിയിൽ നിന്ന് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ എത്തും വരെയും, അവൻ്റെ ഭൂമി എടുക്കുന്ന സമയം വരെയും ഓരോ തുള്ളി രക്തവും എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി അവൻ ചൊരിഞ്ഞു. എത്ര നല്ലവനാണ്! എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ആ രക്ഷിതാവിനെ കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അവൻ്റെ മഹാദയയിൽ, അവൻ്റെ കരുണയിൽ വസിപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? പാട്ടുകാരൻ പറയുന്നത് പോലെ, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കർത്താവിൽ പ്രിയ ദൈവജനമേ, നമ്മിൽ എത്ര പേർ ആ രക്ഷിതാവിനെ കാണുന്നു? എൻ്റെയും നിങ്ങളുടെയും നമ്മുടെയും പാപം വഹിച്ച് കാൽവറി ക്രൂശിൽ തൂങ്ങുന്ന ആ രക്ഷിതാവിനെ എത്ര പേർ ധ്യാനിക്കുന്നു? നമ്മളുടെ മുറിവുകളെ, നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ വേദനകളെ മാറ്റുവാനാണ് ഈ ഭൂമിയിൽ അവൻ കടന്നത്. അവനെ ദർശിക്കുമ്പോൾ അവൻ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ രക്തത്തിൻ്റെ ഓരോ തുള്ളിമേലും നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കാൽവറിയിലേക്കുള്ള നമ്മുടെ പ്രയാണം സാക്ഷാത്കരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ക്രൂശ് മരണം വഹിച്ച പങ്ക് എത്ര വലുതാണ്! എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, നമ്മുടെ പാപങ്ങളെ അവൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഇനിയുള്ള നാളുകളിൽ അവന് വേണ്ടി മാത്രം, അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന് വേണ്ടി മാത്രം ഞാൻ ജീവിക്കും. ഇനി എൻ്റെ ദൈവം എനിക്ക് ആയുസ്സ് നൽകുന്ന നാളൊക്കെയും എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കും എന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? അങ്ങനെ പറയുവാൻ ഈ സന്ദേശം ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, കർത്താവേ, അവിടുന്ന് കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചീന്തി മരിച്ച ആ മഹാത്യാഗത്തെ ഇന്ന് ഞങ്ങൾ സ്മരിക്കുന്നു കർത്താവേ. എങ്കിലും പലപ്പോഴും ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഞങ്ങൾ ഓടി തെന്നി മാറിപ്പോയിരിക്കുന്നു കർത്താവേ. നിൻ്റെ രക്തത്താൽ ഞങ്ങളെ വിശുദ്ധീകരിച്ച കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. നിൻ്റെ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണം ദൈവമേ. ഞങ്ങൾ വിശുദ്ധിയുള്ള ജീവിതം നയിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും മാറ്റണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.